ഹലോ ഗായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം റെൻറ്റിന് താമസിച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചു. അപ്പം റെൻറ്റിൽ താമസിച്ചാണോ ലാഭം, അതോ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചാണോ ബെറ്റർ, ഏതാണ്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആളും നിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതാണ് ബെറ്റർ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സ്വന്തമായിട്ട് വീട് മേടിച്ച് മാറുന്നതായിരിക്കും നല്ലൊരിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പ്രൈവസി. നമുക്ക് പ്രൈവസി കിട്ടും. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണത്, അല്ലേ നിബി? ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് വീട് മേടിക്കൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റെന്റിന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു ആളുടെ പ്രോപ്പർട്ടിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പുള്ളിക്ക് ലാഭമായിരിക്കും. നമ്മൾ മാസം മാസം കൊടുക്കുന്ന റെന്റ് പുള്ളിയുടെ മോർഗേജ് അടച്ചു പോകും. ഭാവിയിൽ പുള്ളി അത് വിൽക്കുമ്പോൾ പുള്ളിക്കായിരിക്കും ലാഭം. ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി ബോധേഡ് ആവേണ്ട, അതൊരു ഗുണമാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ നമ്മൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ട, അപ്പം തന്നെ വിളിച്ചു പറയും, അവർ വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് തരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങ് ബേസ് തൊട്ട് മോളുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആയിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. അത് ശരിയാണ്. ഞങ്ങൾ വീട് മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് മെയിൻ്റെനൻസ് പണിയൊക്കെ വന്നിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ റെന്റലി താമസിച്ചപ്പോൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഇഷ്യൂസ് ലൈക്ക് പൈപ്പ് ലീക്ക് ആയതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഓണേഴ്സിനെ വിളിച്ചാൽ മതി, അവരാളെ വിട്ട് ശരിയാക്കിക്കോളും. നമ്മൾ ബോധഡാവേണ്ട ആവശ്യമില്ല. ബട്ട് ഇവിടെ സ്വന്തമായിട്ട് വീട് മേടിച്ചപ്പോഴാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയത്. ഇവിടെ ഒന്നാമത് ലൈക്ക് പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വീട്ടിൽ വരുവാണെങ്കിൽ അത് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അതെ, മഞ്ഞ് വാരൽ പോലും ഞങ്ങൾ റെന്റിന് താമസിക്കണമെന്ന് പറഞ്ഞില്ല. നമുക്ക് പോകുന്ന വഴി എല്ലാം ക്ലിയർ ആക്കി തരും. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വെക്കുക, വഴിയൊക്കെ ക്ലിയർ ആക്കുക, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഗിളായിട്ട് നമ്മൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ തന്നെ എത്രയാവും? ഒരു 1,800-2,000 രൂപ അടുത്താവത്തില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഹ്യൂജ് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ മന്ത്ലി നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫിനാൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ റെന്റിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ റെന്റിൽ താമസിച്ചത് വേറെ പിള്ളേരുടെ ഒപ്പം തന്നെയാണ്. നമ്മൾ അതിൽ ടോട്ടൽ 4 റൂംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു റൂം നമ്മൾ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. അത് അപ്പോൾ നമ്മുടെ റെന്റ് ഏകദേശം ഒരു $700 ആയിരുന്നു മന്ത്ലി വന്നത്, എക്സ്പെൻസ് എല്ലാം കൂട്ടിയിട്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മാറിയപ്പം നമ്മൾ ഏകദേശം ഒരു $1,000 ആണ് വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം വീടിൻ്റെ മുകൾ ഭാഗം നമ്മൾ താമസിക്കുന്നു, ബേസ്മെൻറ്റ് ഞങ്ങൾ റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് മാനേജബിൾ ആയി പോകുന്നു. വാഷ്റൂം യൂസ് ചെയ്യണതിനായാലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായാലും നിൽക്കണ്ട. വീട് മേടിക്കാനായിട്ട് ഇറങ്ങിയപ്പം നമ്മളും ഉദ്ദേശിച്ചു, ലൈക്ക് നമുക്കും നല്ല പേടിയായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും പൈസ ഡൗൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈസയൊന്നുമില്ല. അതുകൂടാതെ നമ്മൾ മന്ത്ലി എങ്ങനെ പൈസ റെഡിയാക്കും, കാരണം റെൻറ്റിന് ആളെ കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. ബട്ട് മേടിച്ച് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി റെൻറ്റിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്ന്. കാരണം ഭാവിയിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് പോകുകയാണെന്നെങ്കിലും ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മൾ വിറ്റ് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ ജീവിക്കാനായിട്ടുള്ളത്. ആ ഒരു മോട്ടീവും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റിസ്ക് എടുത്തത്. ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പാടായിരിക്കും, പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നൈസായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, വീട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം കുറച്ചുകൂടെ റേറ്റൊക്കെ കുറഞ്ഞ് ഇരിക്കുന്നുണ്ട്. കാനഡയിൽ ഇൻട്രസ്റ്റ് റേറ്റും ബെറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ലൊരു പക്ക ടൈമാണ് വീട് മേടിക്കാനായിട്ട്. കാരണം വീട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ ഹാപ്പിയാണ് വീട് മേടിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾക്കിപ്പം എന്താ പറയുക, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പ്രൈവസി, പിന്നെ അതുകൂടാതെ തന്നെ ചിലവിൻ്റെ കാര്യമായാലും ഞങ്ങൾ താഴെ ബേസ്മെൻറ്റ് റെന്റ് ഔട്ട് ചെയ്ത ഞങ്ങളുടെ ചിലവുകളെല്ലാം മുമ്പോട്ട് പോകുന്നു. ഫ്യൂച്ചറിലും നമുക്ക് തന്നെ അത് ഗുണം ചെയ്യുകയും ചെയ്യും. അതെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ശുഭനിദ്ര. ബൈ ബൈ.